നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ബെന്നി ജോസഫ് ജനപക്ഷം. ഈ രണ്ട് ബാണ്ടക്കെട്ട് നിങ്ങൾ കണ്ടില്ലേ? ഈ രണ്ട് ബാണ്ടക്കെട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ജീവൻ രക്ഷാ മരുന്നിന്റെ ജീവൻ രക്ഷാ മരുന്നിന്റെ ഹൈക്കോടതിയിലും ഉപഭോക്തൃ കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം നടത്തുന്ന കേസുകളാണ്. ജീവൻ രക്ഷാ മരുന്നിലെ കൊള്ളയെക്കുറിച്ച്, മരിക്കാൻ പോകുന്നവനെ കൊന്നു തിന്നുന്ന മരുന്ന് മാഫിയയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ഹൈക്കോടതിയിലും കൺസ്യൂമർ ഫോറത്തിലൊക്കെ നടത്തുന്ന കേസുകളാണ്. ഓക്കെ, ഇനി കാരണം ഇത്രയും തെളിവുകളില്ലെങ്കിൽ ഈ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ ഒരു അംശമുണ്ട്. സൈബർ പോരാളികൾ നമ്മൾ എന്ത് ചങ്ക് തുറന്നു കാണിച്ചാലും പെറ്റ തള്ളയെ വിശ്വാസമില്ലാത്ത, മാതാപിതാക്കളെ വിശ്വാസമില്ലാത്ത, ആരെയും വിശ്വാസമില്ലാതെ നുണ പറയുന്നവരെ തിരിച്ചറിയുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എന്നെ വിശ്വസിക്കുന്ന ഒരു ചെറിയ സമൂഹം ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. മരുന്നിലെ കൊള്ളയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതൊന്നും രണ്ടും അല്ല, ഞാൻ 2004 തുടങ്ങിയ ഫൈറ്റാണ്. 2004 ഈ മരുന്ന് മാഫിയായിട്ട് യുദ്ധം ചെയ്തിട്ട് 2009 ഞാൻ കൺസ്യൂമർ കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നടത്തി. എന്റെ എല്ലാ കേസിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. പക്ഷെ മിക്ക മാധ്യമങ്ങളും അതൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇന്ന് ദൈവത്തെ ഓർത്ത് തലമുറക്ക് വേണ്ടി, പുതിയ തലമുറക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. ഇത് ഞങ്ങൾ ഒരു മരുന്ന് കട തുടങ്ങാൻ വേണ്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മരുന്ന് വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും കടയുടെ മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവൻ രക്ഷാ മരുന്ന് വിൽക്കാൻ തീരുമാനിച്ചു. ഒരിക്കൽ കൂടി പറയുകയാണ്, ഞങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന വില, ബില്ലടക്കം കടയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. ഞങ്ങൾ വിൽക്കുന്ന വിലയും പ്രദർശിപ്പിക്കും. വാങ്ങുന്നതും വിൽക്കുന്നതും ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന വിലയും പ്രദർശിപ്പിക്കുന്ന ഒരു കട നമ്മുടെ ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസിന്റെ സഹായത്തോടു കൂടി തുടങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ രേഖകളാണിത്. ഇത് കൺസ്യൂമർ കോടതി CC 24/2009 എന്ന് പറഞ്ഞ് ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്തതിന്റെ ഇതാണ്. ഇത് ഞങ്ങൾ നടത്തിയ കട്ട്രോട്ട് ഫൈൽസൊക്കെ മരുന്നിന്റെ മേടിക്കുന്നതിന്റെ പത്രവാർത്തകളാണ്. ഇതിലോട്ടൊക്കെ നമ്മൾ വരാം. ഇതെല്ലാം നിങ്ങളെ ഒന്നൊന്നായി ഇന്ന് കാണിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, മരുന്ന്, നമ്മുടെ ജീവൻ രക്ഷാ മരുന്നുകളെല്ലാം തന്നെ, എല്ലാ മരുന്നുകളും, അതിൽ ഈ ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകാരല്ലാട്ട, ഇത്തരം വില കൂടിയ ക്യാൻസറിന്റെയും കിഡ്നിയുടെയും ഹാർട്ടിന്റെയും ഒക്കെ മരുന്ന് വിൽക്കുന്നത് ചില പാലത്തിന്റെ അടിയിലൂടെ, ചില ഗ്രൗണ്ടുകളുടെ വശത്ത്, റെയിൽവേ സ്റ്റേഷന്റെ ഇടയിലൊക്കെ ചെറിയ ഗോഡൌൺ എടുത്തിട്ടാണ് ഈ വില കൂടിയ, നമ്മളെ കൊന്നു തിന്നുന്ന മരുന്ന് വിൽക്കുന്നത്. ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് അല്ല. ഈ മരുന്നിന്റെ ഫൈറ്റ് കറക്റ്റ് 14-15 കൊല്ലമായി ഞാൻ വിവിധ കോടതികളിൽ നടത്തുന്നത്. എന്നെ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്പർ 1, രണ്ടഭിപ്രായമുള്ള കാര്യത്തിനല്ലേ നമുക്ക് കേസിന് പോകണ്ട. എന്റെ മരുന്നിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന എല്ലാ വക്കീലുമാരും എന്റെ സൈഡ്, അവർ പറയണത് താൻ പറയണത് കറക്റ്റ് ആടും, പക്ഷെ ഞങ്ങൾക്ക് മരുന്ന് കമ്പനിയെയും ആശുപത്രിയെയും സഹായിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒരഭിപ്രായമുള്ള ഹൈക്കോടതി ജഡ്ജിമാർക്കും സുപ്രീം കോടതി ജഡ്ജിമാർക്കും പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ബിഷപ്പിനും കർദിനാളിനും പള്ളിയിലെ വികാരി അച്ഛനും സാമിയാർക്കും മുക്രിക്കും മാക്രിക്കും എല്ലാം തന്നെ ഒരഭിപ്രായമുള്ള ജീവൻ രക്ഷാ മരുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. CC 24/2009 എന്ന് പറഞ്ഞ കേസ് ഞാൻ നടത്തുമ്പോൾ, CC 24/2009 എറണാകുളം കൺസ്യൂമർ കോടതിയിൽ ഞാൻ കേസ് നടത്തുമ്പോൾ എനിക്ക് ആദ്യമായി കേസ് നടത്തി തന്നത് അഡ്വക്കേറ്റ് ആന്റണി പോളാണ്. അദ്ദേഹം മരിച്ചുപോയി, നിര്യാതനായി. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എനിക്ക് ആദ്യം ഈ കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നതും അവിടെ വാദിക്കാനൊക്കെ വന്നതും ഈ അഡ്വക്കേറ്റ് ആന്റണി പോളാൻ.
ഞങ്ങളുടെ കേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ജീവൻ രക്ഷാ മരുന്നുകൾ അമിത വിലക്ക് വിൽക്കുന്നു. അതിന് MRP ഫിക്സ് ചെയ്യുന്നത്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ്. അതിനൊരു ബോഡി ഇവിടെ ഇല്ല. 10 രൂപയുടെ മരുന്ന് 100 രൂപക്കും 100 രൂപയുടെ മരുന്ന് 1000 രൂപക്കും വിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു ആ കേസ് ഉപഭോക്തൃ കോടതിയിൽ നടത്തിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ലിസി ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ, ഇതൊക്കെ എൻ്റെ പാർട്ടീസാണ്. ക്ലോസ് ഇതൊക്കെ ഞാൻ എടുത്താണ്. അതിൻ്റെ അകത്ത് നോക്കിയാൽ അത് ക്ലിയർ ആയിട്ട്. നാറ്റ്കോ ഫാർമ ആയിരുന്നു എൻ്റെ ആദ്യത്തെ എതിരാളി, നാറ്റ്കോ ഫാർമ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നാറ്റ്കോ ഫാർമ, ശാന്ത ബയോട്ടിക്, മറിയ ഫാർമ, മാതാവിൻ്റെ പേരൊക്കെ മരിയ ഫാർമ, എറണാകുളം മെഡിക്കൽ സെന്റർ, പിന്നെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ, അമൃത ഹോസ്പിറ്റൽ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കാരത്തൂഴി ഹോസ്പിറ്റൽ, നജാത്ത് ഹോസ്പിറ്റൽ, ലക്ഷ്മി ഹോസ്പിറ്റൽ, PVS ഹോസ്പിറ്റൽ, അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ, ഇങ്ങനെ എല്ലാവർക്കും ആണ് ഞാൻ ഈ പരാതി കൊടുത്തത്. എന്തായിരുന്നു എൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ, ഇവിടെ കൊണ്ടുവരും, ഒന്നും കൂടി വട്ടം പിടിക്കണം, അങ്ങനെ പിടിച്ചാൽ അവർക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ കേസ്. ഇതായിരുന്നു, നമ്മൾ മേടിക്കുന്ന മരുന്നിൻ്റെ ഇൻവോയ്സും MRPയും കൂടി കാണിച്ചിട്ടായിരുന്നു. അതായത് ഞാൻ മേടിച്ച മരുന്നിൻ്റെ ബില്ലുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ വിഷയത്തിലോട്ട് വരാം. ഇത് ഞാൻ മേടിച്ച മരുന്നിൻ്റെ ക്യാൻസർ രോഗിക്ക് മേടിച്ചതാണ്. ആ രോഗി പാവം എറണാകുളം മെഡിക്കൽ സെന്ററിൽ കിടന്ന് മരിച്ചു. റോസ വർഗീസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു, റോസ വർഗീസ്, അങ്കമാലിക്കാരി. ഓക്കെ, ഇതാണ് നിങ്ങൾ കാണേണ്ട ആ മരുന്നിൻ്റെ വ്യത്യാസം. ഇതിൽ നീ നോക്കണം വ്യക്തമായിട്ട്, ഇവിടെ നോക്കണ്ട, ഇതിൽ വ്യക്തമായിട്ട് കാണണം. ഇത് കണ്ടത് ഈ മരുന്ന്, ഈ ജെംസെറ്റൈൻ ബി എന്ന് പറയുന്ന 5795 രൂപയുടെ മരുന്ന്, 5795 MRP പ്രിന്റ് ചെയ്ത മരുന്ന് 3800 രൂപ റേറ്റ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ തരും. അത് നമ്മൾ ശുപാർശ ചെയ്താൽ 1995 രൂപക്ക് കിട്ടും. ഈ മരുന്നിന് ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് ഓരോ മരുന്നിൻ്റെയും യഥാർത്ഥ വിലയും നമുക്ക് MRP ഇട്ടേക്കണ വിലയും ഇവിടെ കാണാം. ഈ വിഷയത്തിലോട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ കെട്ടും പോയിക്കോട്ടെ, അടുത്ത വരട്ടെ എന്നെ കഴിച്ചു. ഇനി ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഈ മരുന്നുകളുടെ കൊള്ള പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ, നമ്മുടെ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ഇവിടെ കാണിച്ചു. അങ്ങനെ കാണിച്ചാൽ വായിക്കാൻ പറ്റില്ല, അങ്ങനെ വായിക്കണം. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനിൽ ഞാൻ ഒരു റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തതാണ്. ഇത് ക്യാൻസറിൻ്റെ മരുന്നുകളാണ് കൂടുതലും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചേക്കണം. മുട്ടുസൂചി ഒരു പാക്കറ്റ് 100 പീസാണെന്ന് വിചാരിച്ചു. MRP 1,27,384 രൂപ 90 പൈസ. MRP എപ്പോഴും വളരെ കൃത്യമായിരിക്കും. പക്ഷേ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 5 രൂപയാണ്. കോഴിമുട്ട 1 ഡസൻ MRP 4,65,384 രൂപ 25 പൈസ. പക്ഷേ സെല്ലിംഗ് പ്രൈസ് 36 രൂപയായിരിക്കും. ഒരു പേന 5,78,490, പക്ഷെ കൊടുക്കുന്നത് 15 പൈസക്ക് അല്ലെങ്കിൽ 7 രൂപ 50 പൈസക്ക്. പേനാക്കത്തി നമ്മുടെ കഴുത്തിറക്കാൻ വേണ്ടി പേനാക്കത്തി ഒരെണ്ണം 17,999 രൂപ 28 പൈസ. MRP ആണ്. MRP എന്ന് ഇവിടെ ഉണ്ട്. വിൽക്കുന്ന വില 45 രൂപ. ഇതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ നമ്മുടെ വിവരാവകാശം വെച്ചിട്ട് റൈറ്റ് ഇൻഫർമേഷൻ ഒന്ന് എടുത്തോട്ടെ. ഇവിടെ ഉണ്ട് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ. യെസ്, ഇതേ കാണിച്ചു. അടുത്ത് കാണിച്ചോ, കേരള മെഡിക്കൽ, അതെപ്പോഴും ഇങ്ങനെ കാണിക്കണം. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ്റെ ഞാൻ ബെന്നി ജോസഫ് വിവരാവകാശം ചോദിച്ചാണ്. ഇത് 2010 എടുത്തതാണ്. വിവരാവകാശം 2010 എടുത്താണ്. ഇതിൽ എൻ്റെ ചോദ്യം, ഡിഡ് KMSL നോട്ടീസ് ദ ഹ്യൂജ് അൺഫെയർ ഡിഫറൻസ് ഓഫ് MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ്?
which printed on the bottle and packet on your KMSCL invoice price. KMSCL സാധനം വാങ്ങുമ്പോൾ നിങ്ങളുടെ കവറുമേലും പാക്കറ്റുമേലും കുപ്പിമേലും MRP എഴുതിയേക്കുന്നതും നിങ്ങൾ വാങ്ങുന്ന വിലയും തമ്മിൽ ഭയങ്കര വ്യത്യാസമില്ല. അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചത്. പക്ഷെ അവരൊരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞു അറിയാം. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ കേരള സർക്കാർ വളരെ അടുത്ത് കാണിക്കുക. കേരള സർക്കാർ 155 കോടി രൂപ 157,46,282 രൂപ 155 crore 87,46,282 റുപ്പീസിന് 2008-2009 കാലഘട്ടത്തിൽ, ഇത് ഓരോ വർഷത്തേന്, ഒരു വർഷം 155 കോടി രൂപക്ക് KMSCL മരുന്ന് മേടിച്ചിട്ടുണ്ട്. അവർ ഓർഡർ കൊടുക്കുന്നതും വേറെ പറയുന്നുണ്ട്. ഇനി ഇത് ഹൃദ്രോഗികൾക്കുള്ള മരുന്നിൻ്റെ കാര്യമാണ് നമ്മളിവിടെ അവർ തന്നേക്കണതാണ്. ആദ്യം ഇത് കാണിച്ച മോളെ മുമ്പുള്ളത്, അതായത് മരുന്ന് യൂണിറ്റ് പ്രൈസ്, കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ്റെ റേറ്റ്, MRP മാർക്കറ്റ് റേറ്റ് പെർ യൂണിറ്റ്, മാർക്കറ്റ് റേറ്റ് MRP എത്രയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഇവർ അടിച്ചേക്കണം. ഇവിടെ അവർ എന്നിട്ട് ഒരു തട്ടിപ്പിന് വേണ്ടി യൂണിറ്റ് എന്ന് കിട്ടി എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇഞ്ചക്ഷനിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാവും. അതായത് ഈ മരുന്നിൻ്റെ ആദ്യം കാണിക്കും, ഇസോബ്രൈഡ് ഡിനിട്രേറ്റ് ടാബ് 5 mg 10x10 ടാബ്ലറ്റിൻ്റെ ഒരു ഇതിന് 6 രൂപ 62 പൈസയാണ് ഒരു ഗുളികയുടെ വില. 6 രൂപ 62 പൈസയും. പക്ഷെ 48 രൂപക്കാണ് MRP പ്രിന്റ് ചെയ്തേക്കുന്നത്. അതായത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മരുന്ന് വിൽക്കുന്നില്ല കേട്ടോ. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മരുന്നുകൾ വിൽക്കുന്നില്ല. അവർ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കണേ ഉള്ളൂ. പക്ഷേ നമ്മൾ ജനറൽ ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ ഡോക്ടർ പുറത്തോട്ട് മരുന്ന് എഴുതും. പുറത്തോട്ടെന്ന് വെച്ചാൽ നമ്മുടെ മുതുകത്തല്ല, നമ്മുടെ പുറത്തല്ല, പുറത്ത് പോയി മരുന്ന് മേടിക്കണം. അതായത് 6 രൂപ 62 പൈസയുള്ള ഗുളിക നമ്മൾ പുറത്ത് പോയി MRP കൊടുത്ത് മേടിക്കുമ്പോൾ 48 രൂപ 86 പൈസ കൊടുക്കണം. ഇത് ചെറിയ വിലയായതുകൊണ്ട് നിങ്ങൾക്ക് അധികം വേദന ഉണ്ടാവില്ല. കാരണം അവനോൻ്റെ അമ്മക്ക് ഭ്രാന്ത് വരുമ്പോഴാണല്ലോ നമുക്ക് വേദന വരുന്നത്. അവനോൻ്റെ അമ്മക്ക് അല്ലാണ്ട് ഭ്രാന്ത് വരുമ്പോൾ അത് വലുതായിട്ട് ഉണ്ടാവില്ല. ഞാൻ ഇനി കാണിച്ചു തരാം. ഈ എനാലാപ്രിൽ മലൈറ്റ് ടാബ് 2.5 6 രൂപ 40 പൈസയുടെ 6 രൂപ 40 പൈസയുടെ മുള ഇതുണ്ട്, ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. 6 രൂപ 40 പൈസയുടെ ഒരു ഗുളിക ഇവർ വിൽക്കുന്നത് MRP ഇട്ടേക്കണത് ഉണ്ട്. അതെ, MRP മാർക്കറ്റ് റേറ്റ് പെർ യൂണിറ്റ് 154 രൂപ 66 പൈസ. ഇനി നിങ്ങൾ ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം വരുവാണ്. ഈ മരുന്നൊന്നുകൊട്ടെ സ്ട്രെറ്റോകിൻ കേസ്, അന്നാതെ ഈ വലിയ ചുരത്തിൽ വളവിറങ്ങണ പോലത്തെ പേരാണ് മരുന്നുകൾക്ക്. നമ്മുടെ അണ്ണാക്കിലും പിണ്ണാക്കിലും കൊള്ളാത്ത പേരുകളാണ്. സ്ട്രെക്ടോകെനൈസ് ഇഞ്ചക്ഷൻ ഇത് 538 രൂപക്കാണ് 538 രൂപക്കാണ് KMSCLന് കിട്ടുന്നത്. കണ്ടതേ, KMSCLന് കിട്ടുന്നത് 538 രൂപക്കാണ്. 538 രൂപക്ക്. പക്ഷേ MRP 2500 രൂപ. MRP 2500 രൂപ. എത്ര മടങ്ങാണ് കൂടുതൽ മേടിക്കണം എന്ന് ചോദിച്ചാൽ. അതുപോലെ 71 രൂപയുടെ ഒരു മരുന്നാണ് അതിൻ്റെ തൊട്ടടിയിലുള്ള ക്ലോപ്പിഡോജിറൽ ടാബ്. മറ്റത് ഇഞ്ചക്ഷനായിരുന്നു, ഇത് ടാബ്ലറ്റാണ്. 71 രൂപക്ക് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ അല്ലെങ്കിൽ മരുന്ന് കമ്പനി, ഇവിടുത്തെ ഏജൻസിന്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് മരുന്നിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് കഴുത്തിൽ ടൈ കെട്ടി ഡോക്ടറും രാഷ്ട്രീയക്കാരും കൂടി കമ്മീഷൻ മേടിക്കുന്ന മരുന്നിൻ്റെ യഥാർത്ഥ വില 71 രൂപയാണ്. പക്ഷേ 505 രൂപയാണ് MRP. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണ് MRPക്ക് പറയണത്. പക്ഷെ ഞാൻ പറയുന്നത് മര്യാദരഹിത പ്രൈസ്, അല്ലെങ്കിൽ ഞാൻ പറയും MRP എന്ന് പറഞ്ഞാൽ മണി ഫോർ രാഷ്ട്രീയ പാർട്ടി. ഇനി നമ്മൾ അടുത്ത മരുന്നിലോട്ട് വരികയാണെങ്കിൽ 189 രൂപയുടെ മരുന്ന് 600 രൂപ MRP. എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതേ മുകളിലോട്ട് നോക്കിക്കോ, കണ്ട കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ്റെ റേറ്റ് 2009-2010 മേടിച്ചാൽ അന്നത്തെ റേറ്റ് ഇൻഫർമേഷൻ കിട്ടിയതാണ്. ഇപ്പോഴും അതിലും കൂടുതലാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് 10 വർഷം കഴിഞ്ഞപ്പോൾ ഇത് 2 ഇരട്ടിയായിട്ടാണ്, അല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. ഇത് MRP മാർക്കറ്റ് റേറ്റ് പെർ യൂണിറ്റ്. അത് 189 രൂപയുടെ ഒരു മരുന്ന്, അതിൻ്റെ പേര് അസത്തോപ്രൈൻ ടാബ്. അത് 189 രൂപ.
189 രൂപ. പക്ഷേ MRP 600 രൂപ. MRP 600 രൂപ. ഇനി ഓരോ മരുന്ന് ഞാൻ ചൂണ്ടി കാണിക്കാം. ഒരു ഇഞ്ചക്ഷനാണ് ലിയോ കോവറിൻ കാൽസ്യം 57 രൂപക്കാണ് കേരള സർക്കാരിനോ അല്ലെങ്കിൽ മരുന്ന് കടക്കാർക്കോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കോ കിട്ടുന്ന 57 രൂപയാണ്. പക്ഷേ അതിൻ്റെ MRP ഇട്ടേക്കണത് കള്ളത്തരത്തിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് പ്രിന്റ് ചെയ്തേക്കണ 283 രൂപക്കാണ്. ഇത് എനിക്ക് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ സർക്കാർ റൈറ്റ് ഇൻഫർമേഷൻ തന്ന് ഞാനിത് ഹൈക്കോടതി കൊടുത്തിട്ടുള്ള രേഖകളാണ് നിങ്ങളെ കാണിക്കണം. ഇനി കമ്മി കുമ്മി സുഡാപ്പി സംഘി കുങ്കികൾ വന്നിട്ട് എന്നെ തെറി പറയരുത്. അല്ലെങ്കിൽ തെറി എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവനോൻ്റെ അമ്മയുടെ പ്രാന്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രാന്തായിട്ട് തോന്നണം. പിന്നെ ഞാൻ തെറി പറയണ്ടെന്ന് പറഞ്ഞ് എങ്ങനെ പറയാണ്ടിരിക്കും? ഈ ജാതി മനുഷ്യത്വരഹിതമായ ഇങ്ങനത്തെ തീവട്ടി കൊള്ള കാണുമ്പോൾ നമ്മൾ എങ്ങനെ തെറി പറയാണ്ടിരിക്കും? എൻ്റെ സഹോദരന്മാരെ, എൻ്റെ രാജ്യസ്നേഹികളെ, ഇനി കണ്ടോ ഈ മരുന്ന്, ഇത് ക്യാൻസറിൻ്റെ ഉണ്ട്. ഒന്ന് കാണിച്ചോ മോളെ, ഇവിടെ വായിക്കാൻ പറ്റുന്നത്. നീ ഇവിടെ നോക്കി വായിച്ചാൽ അതാ ലിസ്റ്റ് ഓഫ് മെഡിസിൻ ഇൻക്ലൂഡ് ഇൻ EDL ഓഫ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ക്യാൻസറിൻ്റെ ഒരു മരുന്ന് 226 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ, 226 രൂപയുടെ ഇഞ്ചക്ഷൻ, MRP 441 രൂപയാണ്. നിങ്ങൾ ഈ 2 കോളം ദേ എൻ്റെ ഒപ്പം വിരലിൽ നിങ്ങളുടെ താഴോട്ട് വന്ന് വിരലിൻ്റെ ഒപ്പം വന്ന് ഇങ്ങനെ വന്നാൽ ഇതാണ് നിങ്ങൾ ഞെട്ടാൻ പോണം. നമ്മൾ കീമോതെറപ്പി ചെയ്യുമ്പോൾ കൊടുക്കുന്ന മരുന്നാണ് ലിയോ കോവറിൻ കാൽസ്യം എന്ന് പറഞ്ഞ മരുന്ന്. 57 രൂപക്ക്, വെറും 57 രൂപക്ക് കിട്ടണത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും മറ്റ് ഡോക്ടർമാരും ആശുപത്രിയും വിൽക്കുന്നത് 283 രൂപക്കാണ്. ദേ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ. പക്ഷേ കേരള മലയാളികളുടെ മനസാക്ഷിയൊക്കെ മരവിച്ചതുകൊണ്ട് ഇനി ഞെട്ടൊന്നുമില്ല. എന്ത് വന്നാലും നമ്മുടെ ഹൃദയം കല്ലുപോലെ ആയല്ലോ, അതുകൊണ്ട് ആർക്കും വേന ഉണ്ടാവില്ല. ഈ മരുന്ന് നോക്കിയേ, അമീഫോസ്റ്റിൻ 500 mgയുടെ വയൽ എന്ന് പറഞ്ഞാൽ പാടമല്ല കേട്ടോ, നമ്മളെ പാടത്ത് കൊണ്ടുപോകണമല്ല. 430 രൂപക്ക് കിട്ടുന്ന മരുന്ന്, 430 രൂപക്ക് 430 റുപ്പീസിന് കിട്ടുന്ന മരുന്ന് MRP പ്രിന്റ് ചെയ്തേക്കണത് 4255 രൂപയാണ്. 4255. നേരെ മോളിൽ കൊണ്ടുവന്ന മോളെ ഒന്നും കൂടി KMSCL കണ്ട മാർക്കറ്റ് പ്രൈസ് MRP ആയിട്ടാണ്. നേരെ താഴെ വരുമ്പോൾ ഇനി കാണേണ്ടത് 1226 രൂപയുടെ കീമോതെറപ്പി. ക്യാൻസർ രോഗികൾ എന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന രോഗികളാണ്, ചാവാൻ പോകുന്ന രോഗികളുടെ ശവം തിന്നുന്ന രാഷ്ട്രീയക്കാർ, ഇതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയിട്ട് മിണ്ടാണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും യുവജന സംഘടനകളും ഏത് മതത്തിൻ്റെ സംഘടനകളാണ് ശവമാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇഞ്ചക്ഷൻ പാസിലിടാക്സൽ വിത്ത് കോഡാൻസെറ്റ് എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷനാണ്. കീമോതെറപ്പി ചെയ്യുന്നതിന് മുമ്പുള്ള ഇഞ്ചക്ഷനാണ്. അതിൻ്റെ വില 1226 രൂപയുള്ളൂ, 1226 രൂപ. പക്ഷെ അതിൻ്റെ MRP 10850 രൂപയാണ്. 1226 റുപ്പീസിന് കിട്ടുന്ന മരുന്ന് MRP പ്രിന്റഡ്, MRP ഫിക്സ്ഡ് 10,850 റുപ്പീസ്. അതായത് ഒരു ഇഞ്ചക്ഷനും മേൽ 9000 രൂപ ലാഭം. ഇതുപോലെ കിഡ്നി മാറ്റി വെക്കുമ്പോഴും ക്യാൻസറിൻ്റെയൊക്കെ മരുന്നിന് 70,000 രൂപയുടെയൊക്കെ ഒരു ഇഞ്ചക്ഷൻ, 70,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ യഥാർത്ഥ വില 5000 രൂപയാണ്. പക്ഷേ 5000 രൂപ കഴിഞ്ഞ് ബാക്കി 65,000 രൂപ ഡോക്ടർമാർക്ക്, ആശുപത്രിക്ക്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്, രാഷ്ട്രീയക്കാർക്ക്, അങ്ങനെ പല മേഖലയിൽ ഇത് വീതം വെച്ച് പോവുകയാണ്. ഒരു CBI അന്വേഷണം നടത്തി ഡോക്ടർമാരുടെ ആശുപത്രിയുടെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരെയും ഈ മരുന്ന് വന്നതും പോണതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കിട്ടും. 14 കൊല്ലമായി ഞാൻ ഹൈക്കോടതിയിൽ ഈ കേസിന് പോയിട്ട് ആരും എന്നെ കൂടി ഇല്ലാതെ ഞാൻ ഒറ്റക്ക് തളർന്നു. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസാണ്. ഇതുണ്ട് 149 രൂപയുടെ ഒരു മരുന്ന്, 149 രൂപയുടെ ഒരു മരുന്ന് 700 രൂപക്കാണ് വിൽക്കണം. 149 രൂപയുടെ മരുന്ന് 700 രൂപക്ക്. അങ്ങനെ 1226 രൂപയുടെ മരുന്ന് 10850 രൂപയാണ് MRP. 5570, വെറും 575 രൂപയുള്ള മരുന്ന് 5500 ഗാനഗന്ധർവൻ യേശുദാസുമായിട്ട് ഹൃദയതാളം, വൈറ്റ് ബാഗ്, ഗാനഗന്ധർവൻ യേശുദാസുമായിട്ട് ഞങ്ങൾ ഹൃദയതാളം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. ഹൃദയതാളം എറണാകുളം ലീ മേഡിയനിൽ 2010 നടത്തിയതാണ്. ലീ മേഡിയൻ ഹാർട്ട് സർജറി ചെയ്യണ സമയത്ത്
ഞങ്ങൾ 70 കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് സർജറി ചെയ്യാമെന്നും പറഞ്ഞു 70 കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് സർജറി ചെയ്യാമെന്നും പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ഹൃദയതാളം. ഞങ്ങൾ അന്ന് 3 ലക്ഷം രൂപയ്ക്ക് ഹാർട്ട് സർജറിക്കുള്ള സമയത്ത് എറണാകുളത്തെ പ്രമുഖ ആശുപത്രികളും അതിൽ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ഒരു ഓപ്പറേഷൻ 65,000 രൂപയ്ക്ക് വരെ ഹാർട്ട് ചെയ്തു. ഡോക്ടർ സ്റ്റിജി ജോസഫ് കാർഡിയോളജിസ്റ്റാണ്. വിരലിൽ എണ്ണാവുന്ന നല്ല ഡോക്ടർമാരുണ്ട്, വിരലിൽ എണ്ണാവുന്ന നല്ല ഡോക്ടർമാർക്കുണ്ട്. അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ സ്റ്റിജി ജോസഫ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്റ്റെൻറ്റൊക്കെ കിട്ടിയത് വെറും 20,000 രൂപയും 18,000 രൂപയൊക്കെ. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരു സ്റ്റെൻറ്റ് മേടിച്ചിട്ടത് 1,25,000 രൂപക്കാണ് സ്റ്റെൻറ്റ് മേടിച്ചിട്ടത്. കാരണം നമ്മുടെ നികുതി പണമാണല്ലോ. ആ സമയത്ത് ഞാൻ മേടിക്കണത് 20,000 രൂപ 23,000 രൂപക്കാണ്. ഞങ്ങൾ 333 ഹാർട്ട് സർജറി പൈസ തൊടാണ്ട് രോഗികളെയും ബെനിഫിഷ്യറിയെയും കൂടി മുട്ടിച്ച് സുഖമായി ചെയ്തു. നേരിട്ട് ആശുപത്രിയിലോട്ട് രോഗികൾക്ക് പൈസ കൊടുക്കുക. ഒരു TA ഇല്ല, ഓഫീസ് വർക്കില്ല, ഓഫീസ് പൈസ ഇല്ല, ഒന്നുമില്ല. ബെനിഫിഷ്യറി, ഡോണർ, പണം കൊടുക്കുന്നവനും രോഗിയായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തി 333 ഹാർട്ട് സർജറി ചെയ്തു. നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഇത് ഹൈഡ്രോ യൂറിയോ ക്യാപ് ടാബ് ആ ലെവലിൽ പിടിച്ചാൽ മതി, കറക്റ്റാണ്. അപ്പോൾ ഇതും കിട്ടും 220 രൂപയുടെ മരുന്ന്. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് 220 രൂപയ്ക്ക് കിട്ടുന്ന മരുന്ന് 1,500 രൂപയാണ് MRP. അതായത് ഒരു മരുന്നിന് 800% ലാഭം എടുക്കുന്നത്, 800%. 205 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ 975 രൂപക്കാണ് MRP ഫിക്സ് ചെയ്തേക്കണം. 45 രൂപയുടെ ഒരു മരുന്ന് 220 രൂപയാണ് ഫിക്സ് ചെയ്തേക്കണം. 48 രൂപ 40 പൈസയുടെ സ്പ്രിനോലാക്ടൈൻ എന്ന് പറഞ്ഞ മരുന്ന് 48 രൂപ 40 പൈസ തന്നെ MRP ഫിക്സ് ചെയ്തേക്കണം 200 രൂപക്കാണ്. അത് 100 mg ആണെങ്കിൽ 345 രൂപ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് കിട്ടുന്നത്, അല്ലെങ്കിൽ മരുന്ന് കടക്കാരനും ഫാർമസ്യൂട്ടിക്കൽക്കാരനും കിട്ടുന്നത്. പക്ഷേ MRP അതുമേ പ്രിന്റ് ചെയ്തേക്കണം. MRP 789 രൂപയാണ്. ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പേര് ചോദിച്ചാണ്. അങ്ങനെ വന്ന് ഏറ്റവും രസം ഈ ചോദ്യ ഉത്തരവാണ്. ഞാൻ ചോദിച്ചു അവരോട്, ഇതാദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, ഡിഡ് KMCL അറിയോ ഈ MRP പ്രിന്റിങ്ങും നിങ്ങൾക്ക് കിട്ടുന്ന വിലയുമായിട്ട് ഭയങ്കര അന്തരം കൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. മരുന്നിൻ്റെ പാക്കറ്റിലും കുപ്പിയിലും MRP പ്രിന്റ് ചെയ്തേക്കണം വളരെ ഹ്യൂജ് എമൗണ്ടാണ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന വില വളരെ ചെറുതാണ്. അതറിയാമോ എന്നാണ് എൻ്റെ 5ാമത്തെ ചോദ്യം. പക്ഷേ അതിനവർ 5ാമത്തെ ചോദ്യത്തിന് തന്നേക്കണ ഉത്തരം കണ്ട, യെസ്. ഒരു നാണവും മാനവും ഉളുപ്പും മനസാക്ഷിയും കാരുണ്യവും ഇല്ലാണ്ട് കേരള ഗവൺമെന്റ് പറഞ്ഞേക്കോണ് യെസ്. ഇനി അങ്ങനെ പല മരുന്നിൻ്റെയും കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇതും അങ്ങനെ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ്റെ തന്നെ ഉണ്ട്. 92 രൂപ 6 രൂപ 29 പൈസയുടെ മരുന്നാണ്. 6 രൂപ 29 പൈസ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇനി നമ്മൾ വേറെ വിഷയത്തിലോട്ട് വരാം. ഈ മരുന്നിൻ്റെ തന്നെ ഒന്ന് വെച്ചോ. കൊല്ലത്തുള്ള ജെ ആൻഡോ അത് പിന്നെ മതി. കൊല്ലത്തുള്ള ജെ ആൻഡോ, ഇനി ഇതെല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചോളാം. കൊല്ലത്തുള്ള ജെ ആൻഡോ എന്ന് പറഞ്ഞ പയ്യൻ, അവന് ഹോർമോൺ വന്നിട്ട് ഓരോ മാസവും 1 ഇഞ്ച് 2 ഇഞ്ച് വളരുവാണ്. നമ്മുടെ നടൻ ശ്രീനിവാസന്റെ കാറിന്റെ മുമ്പിലെ ഒരു സീറ്റ് അഴിച്ചിട്ടാണ് ഞങ്ങൾ പഴയ ആരോഗ്യമന്ത്രിയായ ശ്രീമതി ടീച്ചറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയത്. നടൻ ശ്രീനിവാസന്റെ കാർ മേടിച്ചിട്ടാണ്. ഞാനും തിരുവനന്തപുരത്തെ സഞ്ജീവ്, ജനപക്ഷത്തിന്റെ സഞ്ജീവ്, ഞങ്ങളെല്ലാം കൂടി ശ്രീമതി ടീച്ചറിനെ പോയി കണ്ട് അവന്റെ ചികിത്സ സർക്കാരിനെ കൊണ്ട് സൗജന്യമാക്കി. അന്ന് നടന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടാൻ ഞെട്ടണത്, ഞങ്ങൾ ഇത് കൺസ്യൂമർ കോടതി കേസ് കൊടുത്ത് നോവാട്ടീസ് എന്ന് പറഞ്ഞ വലിയ തലതൊട്ടപ്പന്റെ കമ്പനിയെ എറണാകുളം ഉപഭോക്തൃ കോടതിയും സംസ്ഥാന കമ്മീഷനും കേരള കമ്മീഷനും ശിക്ഷിച്ചു. നോവാട്ടീസ് വലിയ മരുന്ന് കമ്പനിയാണ്. അവർ ചെയ്ത പരിപാടി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുമായി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരുമായി ചെയ്തത്, ഈ പാവപ്പെട്ട അധ്യാപകന്റെ മകന് ഒരു ഇഞ്ചക്ഷൻ ആദ്യം മേടിക്കണത് ഇത് എത്ര രൂപയാണ്? 53,850 രൂപക്കാണ് മരുന്ന് മേടിക്കുക. എവിടെയത്? 53,800. അതിൻ്റെ ടാക്സ് അടക്കം വന്നത് 56,000. ഇത് 56,000.
56,393 രൂപക്ക് മേടിച്ച മരുന്ന് ഓരോ പ്രാവശ്യം മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, രണ്ടാമത്തെ മേടിച്ചപ്പോൾ 56,000. ഇതാണ് ഞങ്ങൾ എറണാകുളം പുല്ലേപ്പടി കലൂർ കത്രിക്കടവിലുള്ള ഉപഭോക്തൃ കോടതിയിൽ ശിക്ഷിച്ച കേസാണ് പറയുന്നത്. ആൻഡോ എന്ന് പറഞ്ഞ ആ രോഗി, ആ പയ്യൻ മരിച്ചുപോയി, 26 വയസ്സിൽ മരിച്ചുപോയി. ആ ആത്മാവിനും നിത്യശാന്തി നേരുന്നു, അവരുടെ കുടുംബത്തിനോട് നമ്മുടെ ദുഃഖം അറിയിക്കുന്നു. ഈ മാഷ് ഇവിടെ പല പ്രാവശ്യം വന്നിരുന്നു, ഒരു അധ്യാപകന്റെ മകനാണ്. 56,393 മരുന്ന് മേടിച്ചത് ജനപക്ഷം ഇടപെട്ടപ്പോഴേക്കും ഇത് കണ്ട് അയാൾ എത്ര എണ്ണം മേടിച്ചെന്ന് നോക്കിയേ. ഇതിലൊക്കെ കമ്മീഷൻ പോണത് ഏതാണ്ട് 70% കമ്മീഷൻ, അല്ലെങ്കിൽ 80% കമ്മീഷൻ പോണത് രാഷ്ട്രീയക്കാർക്കും ഡോക്ടർമാർക്കും ആശുപത്രിയുടെ ഉടമസ്ഥനും ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഈ മാനുഫാക്ചറിന് വലിയ ലാഭമൊന്നുമില്ല. രാഷ്ട്രീയക്കാരും ഡോക്ടർമാരുമാണ് മരുന്നിൻ്റെ ഏറ്റവും കൂടുതൽ കമ്മീഷൻ എടുക്കുന്നത്. എന്നിട്ട് അവരറിഞ്ഞില്ലെന്ന് പറയും. പിന്നെ ഞങ്ങൾ പോയപ്പോൾ 40,000 സെയിം മരുന്ന് കേട്ടോ, സെയിം ഇഞ്ചക്ഷൻ സെയിം മരുന്ന് 40,000. പിന്നെയും കുറയണമുണ്ടോ, 34,000. ഇതെല്ലാ മാസം എടുക്കേണ്ടതാണ് കേട്ടോ, എല്ലാ മാസവും ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ്. ഒരു അധ്യാപകൻ മോഷ്ടിക്കാൻ പോകണ്ട, എങ്ങനെ പറ്റും ഇത് കണ്ട. ഇനി അടുത്തത് 34,000, 29,000. ഏത് സെയിം 56,000 രൂപ. ഇത് ഞങ്ങൾ ഉപഭോക്തൃ കോടതി കൊടുക്കും. പിന്നെ എത്രയും 29,000. ഇത് ഞങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അവിടെ കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. ഇതാണ് ഒന്ന്. ആദ്യം മേടിച്ചത് 56, 40, 34, 29. ഈ ഡിഫറൻസ് തിരിച്ചു തന്നെ ഒന്ന് നോക്കണം. ഈ കൂട്ടി മേടിച്ച പൈസ തിരിച്ചു തന്നോമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതി പോയി ശിക്ഷിച്ചു. 25 ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവർ സുപ്രീം കോടതി പോയി. ഇവിടുത്തെ കോടതി പാവങ്ങൾക്ക് എത്താൻ പറ്റില്ല, വക്കീലുമാർക്ക് ഫീസ് കൊടുത്ത് മുടിയും. എന്നാൽ ജനപക്ഷത്തിൻ്റെ അഡ്വക്കേറ്റ് മനു വിൽസൺ LLM റാങ്ക് ഹോൾഡറാണ്, ഗോൾഡ് മെഡലിസ്റ്റാണ്. കുറേ കേസുകൾ സൗജന്യമായി ചെയ്യുകയും ചതിക്കാത്തത് കൊണ്ടും മിക്ക വക്കീലുമാരും കക്ഷികളെ ചതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഭയങ്കര ഫീസാണ് മേടിക്കുന്നത്. നമ്മളൊരു കേസ് നടത്തിയാൽ നമ്മൾ എവിടെ എത്തില്ല. എൻ്റെ പ്രസംഗമല്ല ഇത്, ഒരു ദുഃഖമാണ് നിങ്ങളെ അറിയിക്കുന്നത്. മരുന്നിൽ ഭയങ്കര കൊള്ളയാണ്. ഞാനൊരു 4 ദിവസം മുമ്പ് ഒരു ബ്രോക്കർ പറഞ്ഞത് ഞാൻ വീണ്ടും ഒന്നും കൂടി ഇടാം. ഒരു ബ്രോക്കർ പറയുന്നത് ഒരു കിഡ്നി മാറ്റി വെക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വില്ലേജിൽ ലിവർ മാറ്റി വെക്കുമ്പോൾ കിഡ്നി മാറ്റി വെക്കുമ്പോഴേ ആ മറ്റവൻ്റെ കിഡ്നി സ്വന്തക്കാരനാണെന്ന് പറയാൻ ഡോക്ടർമാരുടെ ഒരു കമ്മീഷൻ, അവിടെ ഒരു കമ്മീഷൻ, വില്ലേജ് ഓഫീസിൽ, SP ഓഫീസിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ചാവാൻ പോകുമ്പോൾ അവൻ്റെ കിഡ്നി മാറ്റി വെക്കുമ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ മേടിക്കണമെന്ന് ഒരു ബ്രോക്കർ ലൈവ് പറഞ്ഞിട്ട് ഇവിടുത്തെ ക്രൈം ബ്രാഞ്ച് എവിടെ, ഇവിടുത്തെ വിജിലൻസ് എവിടെ, ഇവിടുത്തെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ നീതി ന്യായ വകുപ്പ് എവിടെ? എന്തുകൊണ്ട് ഹൈക്കോടതി ഒരു സുമോത്തം എടുക്കുന്നില്ല? ഇത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ ഈ കേസ് ഒരു സുമോത്തം എടുക്കാം. മരുന്നിൽ കൊള്ള, അതായത് പകൽ കൊള്ള, മനുഷ്യത്വമില്ലാത്ത. ഇനി ഇത് കാണിക്കണം. ഇത് ഞാൻ കേരള ഹൈക്കോടതിയിൽ യേശുദാസുമായി കക്ഷി ചേർന്ന് നടത്തുന്ന കേസാണ്. ഡോക്ടർ KJ യേശുദാസ് സെക്കൻഡ് പാർട്ടി ബെന്നി ജോസഫാണ്. അപ്പോൾ ഒരിക്കലും രണ്ടാമത്തെ പാർട്ടിയുടെ പേര് ഈ ഫയലിൽ എഴുതൂല, അവിടെ ഇതിലുണ്ടാവും KJ യേശുദാസ് ആൻഡ് അനദർ എന്നാണ്. ഈ അനദർ എന്ന് പറഞ്ഞാൽ ബെന്നി ജോസഫാണ്. ഈ കേസിൻ്റെ നമ്പർ എല്ലാ വക്കീലുമാരും മനുഷ്യഹൃദയമുള്ളവർ ഹൈക്കോടതിയിലെ ഈ കേസ് WPC നമ്പർ 1652/2010 1652/2010 കേരള ഹൈക്കോടതിയിലെ WPCയുടെ കേസ് എടുത്ത് പഠിച്ചാൽ ഞങ്ങളുടെ കേസിൽ ശാന്തി ഗുണശേഖരൻ IAS എന്ന് പറഞ്ഞ ശാന്തി ഗുണശേഖരൻ എന്ന് പറഞ്ഞ IAS ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ IAS ഉദ്യോഗസ്ഥ, ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ ഈ ഉദ്യോഗസ്ഥ തന്ന കൗണ്ടർ ഓഫ് അഫിഡവിറ്റ് ആണ്. അതായത് ഞാനും യേശുദാസും പാട്ട് പാടുന്ന ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസും കൂടി ഹൈക്കോടതിയിൽ കൊടുത്ത കേസ്. ഈ കേസ് ഇന്നത്തേക്ക് 10 കൊല്ലമായി. 10 കൊല്ലമായിട്ട് എല്ലാ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും വരുമ്പോൾ പറയും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കേസ്, ഇത് മനുഷ്യത്വമുള്ള കേസാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ നടന്നു, മുഴുവൻ നടന്നിട്ടില്ല. മരുന്നിലെ കൊള്ള അവസാനിച്ചിട്ടില്ലെങ്കിലും അയാൾ എഴുതിയതാണ്. നമുക്ക് ഈ ശാന്തി ഗുണശേഖരൻ എന്ന് പറഞ്ഞ അവരുടെ അഫിഡവിറ്റ് ആണ്. ഇതെന്ന് കാണിച്ചാൽ ന്യൂഡൽഹി ഡു ഹിയർ ബൈ സോളംലി അഫീം ആൻഡ് ദ സ്റ്റേറ്റ് ആസ് ഫോളോസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജന ഔഷധി എന്ന് പറഞ്ഞ കട വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെയും മറ്റ് സ്ഥലത്തൊക്കെ അടക്കുന്നത്. ഇത് നോക്കിയേ, വയലേഷൻ ഓഫ് പ്രൊവിഷൻ ആക്ട് റൂൾസ് വാറന്റ്സ് സ്ട്രിക്റ്റ് പീനൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിലിവൻറ്റ്. എനിക്കും യേശുദാസിനും കൂടി നടത്തിയ കേസിൽ
ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സെക്രട്ടറി പിന്നെ ഡ്രഗിന്റെ കൺട്രോളറും തന്നാണ് ഞങ്ങൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ബാർകോഡ് വേണം. ബാർകോഡ് ഉണ്ടെങ്കിൽ മരുന്ന് ഉൽപ്പാദിപ്പിച്ച് ആരുടെ വായിൽ പോയി വരെയും കിട്ടും ബാർകോഡ് വന്ന. ഇനി ജനൌഷധി ഇതേ നോക്ക്, 2010 ഞങ്ങൾ നടത്തിയ കേസിൽ, അല്ലാണ്ട് ഇത് BJP കൊണ്ടുവന്നതോ, ഓക്കെ BJPയുടെ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് ഇത് നടന്നത്. പക്ഷേ കോൺഗ്രസിന്റെ UDFന്റെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഈ കേസ് നടത്തണം. അപ്പൊ ജനൌഷധി സ്റ്റോർ ഇത് കണ്ട, ജനൌഷധി 113 കട ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്ന സത്യവാങ്ങാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് തന്ന സത്യവാങ്ങാണ്. കൂടാതെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഇതുണ്ട് ആക്ഷൻ പ്ലാൻസ്. ജനറിക് മരുന്ന് എഴുതണം ജനൌഷധിയിൽ. ഡോക്ടേഴ്സ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ഇൻസ്ട്രക്റ്റഡ് ജനറിക് ഡ്രഗ്സ്. ഇത് നോക്കിയേ, പ്രിസ്ക്രൈബ്. ഇത് ജനറിക് മരുന്നല്ല എഴുതണമെങ്കിൽ നടപടിയെടുക്കാം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഇതിലോട്ടൊക്കെ വരാം. ഇനി ഇപ്പൊ തന്നെ കുറെ സമയങ്ങളായി. ഞാൻ ഇതിന്റെ 2ാം ഭാഗവും 3ാം ഭാഗവും ഉടനെ തന്നെ കാണിക്കാം. ഒന്നാമത്, മരുന്നിന്റെ വില നിശ്ചയിക്കാൻ ഇന്നും ഒരു നല്ല ബോഡി, സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷമായിട്ടും ഇന്നും ഒരു നല്ല ബോഡി, നല്ലൊരു സിസ്റ്റം മരുന്നിന്റെ വില നിശ്ചയിക്കാനില്ല. ഞാൻ ഈ മരുന്നിന്റെ ഫൈറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 15-18 കൊല്ലമായി. പാവം യേശുദാസ് എന്നെ കൂടി ഒത്തിരി സഹകരിച്ചു. അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ല, കംപ്ലീറ്റ് ഉഡായിപ്പും വെട്ടിപ്പും തട്ടിപ്പും, നേരെ പോണവന് ഗതിയില്ല. അതുകൊണ്ടാണല്ലേ എന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇത്രയും സത്യസന്ധമായ വാർത്ത ചെയ്താലും ശരി, കമ്മ്യൂണിസ്റ്റുകാരും ഈ പാർട്ടിയുടെ കിറി നക്കി നേതാവിന്റെ എന്ത് കൊള്ളരുതായ്മയും പറഞ്ഞ് നക്കി തിന്ന് ജീവിച്ചവരെ എന്നെ തെറി പറയും. സത്യത്തിൽ ഞാനൊരു മനുഷ്യൻ എന്നുള്ള ഹൃദയമുണ്ടെങ്കിൽ ഈ ഇത്രയും മരുന്നിന്, അതായത് 1000 രൂപയുടെ മരുന്നിന് 10,000 രൂപയും 5000 രൂപയുടെ മരുന്നിന് 70,000 രൂപയും, ഈ കിഡ്നിയൊക്കെ മാറ്റിവെക്കുമ്പോൾ, ലിവർ മാറ്റിവെക്കുമ്പോൾ, വൃക്ക മാറ്റിവെക്കുമ്പോൾ അതിലൊക്കെ കമ്മീഷൻ മേടിക്കണവനെ തല്ലിക്കൊന്ന് ജയിലിൽ പോവണ്ടേ? ഇവിടുത്തെ സുപ്രീം കോടതി എന്തുകൊണ്ട് ഇതൊരു സുമോത്തം എടുക്കുന്നില്ല? ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, മൈ പ്രൈം മിനിസ്റ്റർ, മൈ beloved Prime Minister, please order a CBI inquiry regarding the medical mafia. It's a huge commission. നിങ്ങൾ ആകെ, എനിക്ക് നരേന്ദ്രമോദിയോട് ഒരു ബഹുമാനം. അദ്ദേഹം ഡോക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗിൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കട്ട് തിന്നാൽ നിങ്ങളുടെ മക്കൾക്ക് ഇത് ദഹിക്കുമോ എന്ന് ചോദിച്ചത് ഇപ്പോഴും ഗൂഗിളിൽ കിടപ്പുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സത്യത്തെ സ്നേഹിക്കുന്നവർ, നിങ്ങളൊന്ന് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഗൂഗിളിൽ പോയി നരേന്ദ്രമോദിയുടെ ഒരു ടോക്ക് ഉണ്ട് ഡോക്ടർമാരോട്, നിങ്ങൾ ഇങ്ങനെ കമ്മീഷൻ മേടിച്ചാൽ എവിടെ. പക്ഷേ അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് നല്ല കമ്മീഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് 2 കോടി 3 കോടിയുടെ ചികിത്സ. ഇവിടെ ഏത് ആശുപത്രിയിലും ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോൾ അഴിമതിയിലൂടെ ഒരു വൃക്ക മാറ്റി വെക്കുമ്പോൾ ഇത്ര രൂപ കമ്മീഷൻ പാർട്ടി ഓഫീസിലേക്ക് ഉണ്ട്. ഇതിനൊന്നും എനിക്ക് തെളിവ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു കിഡ്നി മാറ്റിവെക്കാൻ ശരിക്കും 2 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ മതി. 2 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ മതി ഒരു കിഡ്നി മാറ്റിവെക്കാൻ, ഒരു വൃക്ക മാറ്റിവെക്കാൻ. ലിസിയിലേക്ക് ചാർജ് നിങ്ങൾ അന്വേഷിച്ചോ. പക്ഷെ സ്വന്തക്കാരുടെ അല്ലാത്ത കിഡ്നി ചെയ്യൂലെന്നും പറഞ്ഞ് ഇവർ ഇതൊക്കെ കൊണ്ടുപോയി പ്രൈവറ്റിലും അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് ഇതിന്റെ പേപ്പർ വർക്ക്സ് എന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കണമെന്ന് ഒരു ബ്രോക്കർ പറഞ്ഞത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അതിടാം. എനിക്ക് ഇത്രയും പറയുമ്പോൾ ഇത്തിരി വികാരം വരും. കാരണം ഇത് ഒരു ക്രേസ് അല്ലെങ്കിൽ ഒരു ഹോബി അല്ലെങ്കിൽ ഇതിനൊരു മരുന്നിന്റെ കൊള്ള അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ 10-15 കൊല്ലം എൻ്റെ ജീവിതം മാറ്റിവെച്ചതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. എനിക്ക് ഇത്തിരി വികാരം ഉണ്ടാവും, ഞാൻ ചിലപ്പോൾ ഇത്തിരി തെറിയും പറയും. അതിന് ഞാൻ പച്ചക്ക് പറയണ മുഴുവൻ തെറിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നടക്കുന്ന അഴിമതിയും ഇവിടെ നടക്കുന്ന ഈ കൊള്ളയും കണ്ടാൽ നമ്മുടെ മക്കൾ എങ്ങനെ ഇവിടെ ജീവിക്കും? പണ്ടൊക്കെ ഇത്രയും കിഡ്നി പോകുന്നവരുണ്ടോ? പണ്ടൊക്കെ ഇത്രയും ലിവറും കരൾ മാറ്റ ശസ്ത്രക്രിയ ഉണ്ടോ? ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ 2ാം ഭാഗം ഞാൻ ഒരു 2-3 ദിവസത്തിനകം ഈ പച്ചക്ക് പറയുന്ന പേജിലിടാം. ഇനിയും നിരവധി കാര്യങ്ങൾ എനിക്ക് തുറന്നു കാണിക്കാനുണ്ട് അവയവ മാറ്റ കച്ചവടത്തിന്. അതിൽ ഏറ്റവും പ്രധാനം, ഞാനൊരു മരുന്ന് കട, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. ഞങ്ങൾ ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ട് ഒരു മരുന്ന് കട തുടങ്ങാൻ തീരുമാനിക്കുക. ഇതുണ്ട്, ഇത് ഇവരൊക്കെ വന്ന് നമുക്ക് ഒപ്പിട്ടതാണ്. ഇവരൊക്കെ PK പ്രകാശ്, ജേക്കബ് KC, ഡോക്ടർ രാണകുമാർ, ഏലിയാസ് മെട്രോപൊളിറ്റൻ, രമേഷ് കുമാർ. ഇതുണ്ട്, ഇവരൊക്കെ വന്ന് ഞാനൊരു മരുന്ന് കട തുടങ്ങാൻ വേണ്ടി ഇവരൊക്കെ ഇട്ട് തന്നാണ്. മാലിനി ജയൻ, വിജയൻ, റോയ് ഗിരീഷ്, ആൻഡോ, KM റജീന, ഇവരൊക്കെ ഏറ്റുമാനൂരിൽ നിന്ന് വന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. ഇതല്ല, ഇങ്ങനെ ഇവരൊക്കെ വന്ന് ഞങ്ങൾ മീറ്റിങ്ങുകൾ കൂടിയതാണ്. അത് പറഞ്ഞപ്പോഴാണ് വെച്ചാൽ
ഞാൻ അങ്ങനെ എറണാകുളം നോർത്തിൽ യേശുദാസ് എനിക്കൊരു കട എടുത്തെന്ന്, എടാ കടയുടെ വാടക ഞാൻ കൊടുത്തോളാം. എൻ്റെ ഒരു ഫ്രണ്ട് സാന്റമോണിക്കയിലെ ഡെന്നി എന്ന് പറഞ്ഞ ആൾ ഒരു ഫ്രിഡ്ജ് മേടിച്ചു തന്നു. ഫാർമസിയുടെ അവിടെ ഒരു ഫാർമസിസ്റ്റിനെ വെക്കണമല്ലോ മരുന്ന് എടുത്തു കൊടുക്കാൻ, അതിന്റെ ശമ്പളവും സാന്റമോണിക്ക കൊടുത്തോളാം എന്ന് പറഞ്ഞു ഡെന്നി. അങ്ങനെ ഞങ്ങൾ സൗജന്യമായിട്ട് എറണാകുളം നോർത്തിൽ ഒരു കട തുടങ്ങാൻ തീരുമാനിച്ചു, മരുന്ന് കട. അവിടെ ഞങ്ങൾ എടുത്ത തീരുമാനം, ഞങ്ങൾ എന്ത് മരുന്ന് മേടിച്ചാലും ആ മരുന്നിന്റെ വില പ്രദർശിപ്പിച്ചുകൊണ്ട് വിൽക്കുന്ന വിലയും വാങ്ങുന്ന വിലയും പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ശാന്ത ബയോട്ടിക് ഒരു മെയിൽ അയച്ചേക്കുകൊണ്ട് ആദ്യം എനിക്കൊരു ലെറ്റർ ആണ്. ആ ലെറ്ററിൽ പറഞ്ഞ എങ്ങനെയാണ്, ബെന്നി, ഡിയർ ബെന്നി, യു ക്യാൻ സെൽ ദ മെഡിസിൻ ടു ദി യു ക്യാൻ സെൽ ദ മെഡിസിൻ ഇൻ ചീപ്പ് പ്രൈസ് ടു ദി ഡോക്ടർ ആൻഡ് ഹോസ്പിറ്റൽ. അതായത് ഡോക്ടർക്കും ഹോസ്പിറ്റലിനും മരുന്ന് വില കുറച്ച് കൊടുക്കാം, പക്ഷെ പേഷ്യന്റിന് കൊടുക്കരുത്. പ്ലീസ് ഡോണ്ട് ഗേവ് മെഡിസിൻ ഇൻ ചീപ്പ് റേറ്റ് ഓർ ഡിസ്കൗണ്ട് റേറ്റ് ടു ദി പേഷ്യന്റ്. മരുന്ന് വില കുറച്ച് രോഗികൾക്ക് കൊടുക്കലെന്ന് എനിക്കൊരു കത്തെഴുതി. ഞാൻ IG വിൻസെന്റ് പോൾ, പഴയ IG, സത്യസന്ധനായ IG വിൻസെന്റ് പോൾ, കത്തി, അവിടെ കൊണ്ടുപോയി ഇത് കാണിച്ചപ്പോൾ എന്നോട്, എടാ ഈ കത്ത് നീ ഉണ്ടാക്കിയതാണെന്ന് പറയും, അതുകൊണ്ട് നീ ഇത് മെയിലാക്കാൻ പറ്റും. ഞാൻ വീണ്ടും 1 കോടി രൂപയുടെ മരുന്ന് ഓർഡർ ചെയ്യണ പോലെ കാണിച്ച് സാന്താ ബയോട്ടിക് എനിക്ക് മെയിൽ അയച്ചു. ആ മെയിലിലും പറയുവാണ്, ബെന്നി ജോസഫ്, ഡോണ്ട് ഗേവ് ദ മെഡിസിൻ ടു ദി പേഷ്യന്റ്, ഗീവ് ടു ദി ഹോസ്പിറ്റൽ ആൻഡ് ടു ദി ഡോക്ടർ, ബട്ട് ഡോണ്ട് ഗേവ് ടു ദി പേഷ്യന്റ്. പേഷ്യന്റിന് മരുന്ന് നേരിട്ട് കൊടുത്താൽ അവർ ഈ വില മനസ്സിലാക്കും, അത് വലിയ പ്രശ്നത്തിൽ പോകും. നിങ്ങൾ നേരിട്ട് രോഗിക്ക് വില കുറച്ച് മരുന്ന് കൊടുത്താൽ ഞങ്ങൾ സപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞ കത്ത് ഞാൻ കേരള ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോപ്പി എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്റെ വിഷയത്തിൽ ആ കോപ്പി ഞാൻ നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യും. കാത്തിരിക്കുക. മരുന്നിലെ കൊള്ള അവസാനിപ്പിക്കുക. എന്റെ ജീവൻ പോകുന്നവരെ, എന്റെ ശ്വാസം നിൽക്കുന്ന പോലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-യോ മരുന്ന് ലോബിയോ എന്നെ കൊല്ലുന്നത് വരെ ആയാലും ഞാൻ ഈ മരുന്നിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും, ശബ്ദിച്ചുകൊണ്ടിരിക്കും. ദയവായി നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP-യെ ജയിപ്പിക്കരുത്. ഇവർ 3 പേരും ഒരുമിച്ച് നമ്മളെ കൊള്ളയടിക്കുകയാണ്. ഇനി വേണ്ടത് പുതിയ ചെറുപ്പക്കാർ. നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ മണ്ഡലത്തിലുള്ള, നമ്മുടെ സമീപത്തുള്ള സാമൂഹ്യ പ്രവർത്തകരെ തെരഞ്ഞെടുക്കുക. LDF, UDF, BJP എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് വീതിച്ചു കൊടുക്കുന്ന കുറെ അണികളും നേതാക്കന്മാരും നമ്മുടെ ജനാധിപത്യം കശാപ്പ് ചെയ്തിരിക്കുകയാണ്. മരുന്നിന്റെ കൂടുതൽ കൊള്ളയെക്കുറിച്ച്, മരുന്നിന്റെ മനസാക്ഷിയില്ലായ്മയെക്കുറിച്ച്, മരുന്നിന്റെ പകൽ കൊള്ളയെക്കുറിച്ച് പകൽ മാന്യന്മാരായ പല ഡോക്ടർമാരും പല ഉന്നതനും പ്രമുഖരും എന്ന് പറയുന്നവനും എന്റെ കൂടെ നടന്ന ഒരു പീക്രി ചെക്കൻ ഇന്ന് 2 ബെൻസ് കാർ മേടിച്ച് നിരവധി ഇത് മരുന്ന് കച്ചവടം തുടങ്ങി. എനിക്ക് ആ ബുദ്ധിയില്ല. എന്റെ കൂടെ സമരത്തിന് നടന്ന ഒരു തേരാപ്പാര നടന്ന ഒരു പയ്യൻ, അവൻ ജീവൻ രക്ഷാ മരുന്നിന്റെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു 4 കൊല്ലമായിട്ടുള്ളൂ. 2 ബെൻസും വീടും സ്ഥലവും പറമ്പൊക്കെ. അവന് ബുദ്ധിയുണ്ട്, എനിക്ക് ബുദ്ധിയില്ല. അതുകൊണ്ട് ഈ ബുദ്ധിയില്ലാത്ത ബെന്നിച്ചേട്ടന്റെ, ബുദ്ധിയില്ലാത്ത ബെന്നി ജനപക്ഷം മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിക്കാൻ തീരുമാനിച്ചു എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.